നമസ്കാരം. സമയം മലയാളത്തിലേക്ക് എല്ലാ കായിക പ്രേമികൾക്കും സ്വാഗതം. അങ്ങനെ വലിയ പ്രതീക്ഷകളോടെ വന്ന ചെന്നൈ സൂപ്പർ കിങ്സ് ഇത്തവണ തുടർച്ചയായ രണ്ടാം മത്സരത്തിലും തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനോട് തോറ്റ CSKയ്ക്ക് രണ്ടാം മത്സരത്തിൽ പഞ്ചാബിനോടാണ് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതും CSKയുടെ സ്വന്തം തട്ടകമായ ചെപ്പോക്കിൽ. വലിയ നാണക്കേടുണ്ടാക്കുന്ന തോൽവിയായിരുന്നു ഇതെന്ന് തന്നെ പറയാം. 209 റൺസ് എന്ന വലിയ സ്കോർ മുന്നോട്ട് വെച്ചിട്ടും പഞ്ചാബ് അനായാസം വിജയലക്ഷ്യം മറികടന്നു. അതുകൊണ്ട് തന്നെ CSKയ്ക്ക് വലിയ തലവേദനയും നാണക്കേടും ഉണ്ടാക്കുന്ന തോൽവിയായി ഇത് മാറിയിരിക്കുകയാണ്. വലിയ വിമർശനം CSKയുടെ ആരാധകരുടെ ഭാഗത്തു നിന്ന് വരികയാണ്. ആർക്കൊക്കെ എവിടേക്കാണ് പിഴയ്ക്കുന്നതെന്ന് ഇപ്പോഴും CSKയ്ക്ക് വ്യക്തതയില്ലാത്ത അവസ്ഥ. MS ധോണി എന്ന അധികായകന്റെ അഭാവത്തിൽ CSK വട്ടപൂജ്യമായിരിക്കുകയാണ്. പരിശീലകൻ എന്ന നിലയിൽ സ്റ്റീഫൻ ഫ്ലമിങ്ങിനും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ക്യാപ്റ്റൻ എന്ന നിലയിൽ ഋതുരാജ് ഗെയ്ക്വാദിനെതിരെ വലിയ വിമർശനം ഉയരുന്നു. CSKയിൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ആരാധകരും ചോദിക്കുന്നത്. വലിയ പ്രതീക്ഷകളോടെ മിനി താരലേലത്തിൽ കൊണ്ടുവന്ന താരങ്ങളൊന്നും കളത്തിൽ ക്ലിക്കാവുന്നില്ല എന്നതാണ് CSKയെ പിന്നോട്ടടിക്കുന്നത്. CSKയുടെ നായകസ്ഥാനത്ത് നിന്ന് ഋതുരാജിനെ നീക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ആരാധകരുടെ ഭാഗത്തു നിന്ന് ശക്തമായി ഉയരുന്നത്. സഞ്ജു സാംസനെ പോലെ കഴിവ് തെളിയിച്ച ഒരു ക്യാപ്റ്റൻ അവർക്കുള്ളപ്പോൾ എന്തിന് ഇനിയും ഋതുരാജിനെ പിന്തുണയ്ക്കാമെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. രാജസ്ഥാൻ റോയൽസിനെ ഫൈനലിലടക്കം എത്തിച്ചിട്ടുള്ള ക്യാപ്റ്റനാണ് സഞ്ജു സാംസൺ. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് CSKയിൽ ഋതുരാജിനെ പല വിധത്തിൽ സഹായിക്കാനാവും. എന്നാൽ വിക്കറ്റിന് പിന്നിലും ബാറ്റ്സ്മാൻ എന്ന നിലയിൽ മാത്രം ഒതുങ്ങുന്ന സഞ്ജുവിനെയാണ് CSKയിൽ കാണാനാവുന്നത്. ക്യാപ്റ്റൻസിയിൽ അദ്ദേഹം ഒരു തരത്തിലും ഋതുരാജിനെ സഹായിക്കുന്നില്ല. കാരണം അതിന് കൃത്യമായ നിർദ്ദേശം ടീം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് കരുതാം. CSKയെ സംബന്ധിച്ച് ഇത്തവണ പിന്നോട്ട് പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം പ്രധാനപ്പെട്ട താരങ്ങളുടെ മോശം ഫോം തന്നെയാണ്. അതിൽ സഞ്ജു സാംസന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. സഞ്ജുവിന് 2 മത്സരത്തിൽ നിന്ന് ആകെ നേടാനായത് 13 റൺസാണ്. ആദ്യ മത്സരത്തിൽ 6 റൺസും രണ്ടാം മത്സരത്തിൽ 7 റൺസുമാണ് സഞ്ജു നേടിയിട്ടുള്ളത്. T20 വേൾഡ് കപ്പിൽ 3 50 ഉൾപ്പെടെ T20 ലോകകപ്പിലെ താരമായി മാറിയ സഞ്ജുവിന് CSKയിലേക്ക് എത്തിയപ്പോൾ ഇത്തരം ഒരു മികവ് ആവർത്തിക്കാൻ സാധിക്കുന്നില്ല. സഞ്ജുവിന്റെ ഫുട് വർക്കിലടക്കം വലിയ പിഴവുകൾ സംഭവിക്കുന്നുണ്ട്. ഇത് CSKയുടെ മറ്റ് ബാറ്റ്സ്മാൻമാരെയും കാര്യമായി ബാധിക്കുന്നു. കാരണം സഞ്ജുവിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചാണ് ഇത്തവണ CSK ഇറങ്ങിയത്. രാജസ്ഥാൻ റോയൽസിൽ നിന്ന് സഞ്ജുവിനെ കൊണ്ടുവന്നത് ധോണിയുടെ പിൻഗാമി എന്ന നിലയിൽ തന്നെയാണ്. അപ്പോൾ സഞ്ജു പവർ പ്ലേയിൽ തല്ലി തകർത്ത് മികച്ചൊരു അടിത്തറ നൽകുമെന്നാണ് ടീം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇത്തരം ഒരു പ്രകടനത്തിലേക്ക് വരാൻ ദൗർഭാഗ്യവശാൽ സഞ്ജുവിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഋതുരാജിനെയും ഇത് ബാധിക്കുന്നുണ്ട്. സഞ്ജു പെട്ടെന്ന് പുറത്താവുമ്പോൾ ഋതുരാജിന് കൂടുതൽ സമ്മർദ്ദം ഏറ്റെടുക്കേണ്ടി വരുന്നു. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കളിക്കാൻ ഋതുരാജ് ശ്രമിക്കുമ്പോൾ പലപ്പോഴും മികച്ച സ്ട്രൈക്ക് റേറ്റിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. ഇത് അദ്ദേഹത്തെയും സമ്മർദ്ദത്തിലാക്കുന്നു. വലിയ ഷോട്ടുകൾക്ക് അദ്ദേഹം ശ്രമിക്കുമ്പോൾ വിക്കറ്റിലേക്ക് മാറുന്നതാണ് കാണാനാവുന്നത്. നിലവിൽ ഋതുരാജ് ഗെയ്ക്വാദിന്റെ പ്രധാന പ്രശ്നം സഞ്ജു സാംസൺ ആണെന്നാണ് ഇംഗ്ലണ്ടിന്റെ മുൻ ക്യാപ്റ്റനും അവതാരകനുമായ മൈക്കിൾ വോൺ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഋതുരാജിനെ സമ്മർദ്ദത്തിലാക്കുന്നത് സഞ്ജു സാംസൺ ടീമിലേക്ക് എത്തിയതാണ്. അതായത് സഞ്ജു വരുന്നതോടുകൂടിയിട്ട് തന്റെ ക്യാപ്റ്റൻസിക്ക് ഭീഷണി നേരിടുന്നു എന്ന വസ്തുത ഋതുരാജ് ഇപ്പോൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെ സഞ്ജുവിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ടീമിനെ ജയിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു സമ്മർദ്ദം ഋതുരാജിന് മുകളിലുണ്ട്. ഇത് അദ്ദേഹത്തെ ബാറ്റിങ്ങിനെയും ബാധിക്കുന്നു, അദ്ദേഹത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നാണ് മൈക്കിൾ വോൺ ഇന്ന് ക്രിക്ക് ബസിൽ നടത്തിയ ഒരു വിലയിരുത്തലിൽ അഭിപ്രായപ്പെട്ടത്. ഇത് ഏറെക്കുറെ സത്യമാണെന്ന് പറയാം. ഈ സീസണിലും ഋതുരാജിന് കീഴിൽ CSK നിരാശപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും സഞ്ജു സാംസൺ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. കാരണം MS ധോണിയാണ് സഞ്ജുവിനെ CSKയിലേക്ക് എത്തിച്ചത്. ധോണിയുടെ ഒരു പിന്തുണ സഞ്ജുവിന് ലഭിക്കുന്നതിനാൽ തന്നെ ഋതുരാജിന്റെ മോശം പ്രകടനത്തിനെ തുടർന്ന് അദ്ദേഹത്തെ മാറ്റുകയും പകരം സഞ്ജു ആ സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതകളും ഏറെയാണ്. CSKയ്ക്ക് ഇപ്പോഴുള്ള മറ്റൊരു പ്രശ്നം MS ധോണിയുടെ അഭാവമാണ്. കാരണം ധോണിയുടെ അഭാവത്തിൽ CSKയ്ക്ക് ഒരു കടിഞ്ഞാണില്ലാത്ത അവസ്ഥയാണ്. ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഋതുരാജിന് ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ പറ്റുന്നില്ല. സ്റ്റീഫൻ ഫ്ലമിങ്ങിനാണെങ്കിൽ ഡഗ് ഔട്ടിൽ ഒന്നും ചെയ്യാനിരുത്ത അവസ്ഥയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശരീരഭാഷ തന്നെ നെഗറ്റീവ് ആണെന്ന് പറയാം. ആരാധകർ ഇതെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ചൂണ്ടിക്കാട്ടി വിമർശനം ഉയർത്തുന്നുണ്ട്. ഇനി മറ്റൊരു പ്രശ്നം CSKയുടെ ബൗളിംഗ് നിരയിലാണ്. CSKയുടെ ബൗളിംഗിൽ നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം വരെ മദീഷ പതിരാന എന്ന പേസറെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒരു CSKനെയാണ് കണ്ടത്. പിന്നെ ദീപക് ചഹാറിന്റെ മുംബൈ ഇന്ത്യൻസിലേക്കുള്ള ഒരു കൂടുമാറ്റത്തിന് ശേഷം മികച്ചൊരു പകരക്കാരനെ കണ്ടെത്താനും CSKയ്ക്ക് സാധിച്ചിട്ടില്ല. ഇത്തവണ നദാൻ എല്ലിസിനെ ഉപയോഗിച്ചിട്ട് ഡെത്ത് ഓവറിലടക്കം കളി പിടിക്കാം എന്നുള്ളതായിരുന്നു CSKയുടെ കാഴ്ചപ്പാട്. പക്ഷേ അദ്ദേഹത്തിന് ദൗർഭാഗ്യവശാൽ പരുക്ക് വേട്ടയാടിയോടുകൂടി CSKയുടെ ഈ കണക്കൂട്ടലും തെറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ CSKയുടെ ബൗളിംഗ് വളരെ ദുർബലമായിരിക്കുകയാണ്. 209 റൺസ് ബാറ്റ്സ്മാൻമാർ നേടിയെടുത്തിട്ടും വളരെ അനായാസം പഞ്ചാബ് അത് മറികടക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. സ്പിന്നർമാർ CSKയെ സംബന്ധിച്ച് എപ്പോഴും വളരെ നിർണായക റോൾ അവർക്ക് ടീമിലുണ്ടാവും. പക്ഷേ ഇത്തവണ ഇപ്പോൾ നൂർ അഹമ്മദും രാഹുൽ ചഹാറൊക്കെ ആണെങ്കിൽ ഇന്നലെ വളരെ നിരാശപ്പെടുത്തുന്ന ബൗളിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത്. ശ്രേയസ് അയ്യരെ പോലെ ഒക്കെയുള്ള സ്പിന്നിനെതിരെ നന്നായി കളിക്കുന്ന താരങ്ങൾ അവരെ പരമാവധി റൺസ് ഉയർത്താൻ വേണ്ടി തന്നെ
ശ്രമിക്കുകയും അത് ഫലം കാണിക്കുകയും ചെയ്യുകയുണ്ടായി. നിലവിലെ സാഹചര്യത്തിൽ സഞ്ജു സാംസണെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാലും CSK വലിയൊരു ഇമ്പാക്ട് സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് പറയാനാവില്ല. കാരണം CSKയുടെ ബൗളിംഗ് നിരയിൽ വലിയ ദൗർബല്യങ്ങളുണ്ട്. അതൊക്കെ പരിഹരിക്കണമെങ്കിൽ മികച്ച താരങ്ങളെ തന്നെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഇപ്രാവശ്യം കൊണ്ടുവന്ന യുവതാരങ്ങളിൽ ഒരാളായ പ്രശാന്ത് വീറിനെ ഇന്നലെ പഞ്ചാബിനെതിരെ എന്തുകൊണ്ട് ഋതുരാജ് ബൗളിംഗ് ചെയ്യിച്ചില്ല എന്നുള്ളത് വലിയ വിമർശനം ഇതിനോടൊക്കെ ഉയരുന്നുണ്ട്. ഇപ്പം ധോണി ടീമിന്റെ ഭാഗമായി തിരിച്ചെത്തുന്നതോട് കൂടിയിട്ട് വലിയൊരു അഴിച്ചുപണിയിലേക്ക് ടീം കടന്നേക്കും. അപ്പോൾ അക്കിൽ ഹുസൈനെ പോലൊരു മികച്ച സ്പിൻ ഓൾറൗണ്ടറെ പുറത്തിരുത്തി നൂർ അഹമ്മദിനെ കളിപ്പിക്കണോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്. എന്തായാലും CSKയുടെ നിലവിലെ പ്രകടനം ആരാധകരെ സംബന്ധിച്ച് വളരെ നിരാശപ്പെടുത്തുന്നതാണ്. അതിന്റെ പ്രതിഷേധങ്ങളെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോളുകളായി നിറയുന്നുമുണ്ട്. ഏതായാലും സഞ്ജു സാംസണ് അല്പം കൂടി ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്താൻ കാത്തിരിക്കേണ്ടതായിട്ട് വരും. ഋതുരാജിന് കീഴിൽ CSKയുടെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടറിയാം.